ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും സൗഖ്യവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ വേണ്ടി ഹൃദയമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹനാഥനായ ദൈവം നമ്മുടെ ഏവരുടെയും ഹൃദയം പരിശോധിക്കുന്നവനാണ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് പല കാര്യങ്ങളും നടിക്കുവാൻ സാധിക്കും. എന്നാൽ ഹൃദയം പരിശോധിക്കുന്നവൻ നിന്നെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവിടുന്ന് നിന്നെ കൂടുതലായി സ്നേഹിക്കുകയും നിന്നെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുവിൻ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്കുകേട്ട് ജീവിച്ച പ്രവാചകന്മാരെ സഹായിച്ചവരെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന് കിടക്കുവാൻ സ്ഥലമൊരുക്കി കൊടുത്തു, അവന് ഭക്ഷണം കൊടുത്തു. ഏറെ താമസിയാതെ ആ വിധവയുടെ മകൻ രോഗിയായി മാറി, അവൻ്റെ ജീവൻ നിലച്ചു. പ്രവാചകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മകന് ജീവൻ തിരിച്ചു കിട്ടി. ആ മകനെ വിധവയുടെ പക്കലേൽപ്പിച്ചു. വിശുദ്ധരെ സഹായിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ചവറ് കൂനുകളിൽ കടന്നിരുന്ന അനേക വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തു. അവരെ സഹായിച്ചവരാരും തകർന്നു പോയിട്ടില്ല. അവരെല്ലാവരും ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ നവജീവൻ ട്രസ്റ്റ് തോമസ് ചേട്ടനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വസിക്കുന്ന അന്തേവാസികളെ സഹായിക്കുന്നത് പോലെയാണ്. ഇതുപോലെ അനേക പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ സഹായിക്കുമ്പോഴും നിങ്ങൾ വിശുദ്ധരെയാണ് സഹായിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. മദർ തെരേസയെ സഹായിച്ചപ്പോൾ വിശുദ്ധരാണ് എന്ന് കണ്ടുകൊണ്ടല്ല സഹായിച്ചത്, നന്മയാണ് എന്ന് കണ്ടുകൊണ്ടാണ്. അവർ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കകം തന്നെ സഭ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നമ്മൾ ഈ ലോകത്തിൽ നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും വിശുദ്ധരായി കാണേണ്ടതായിട്ടുണ്ട്. അവർ നന്മയാണെങ്കിൽ നമ്മൾ അതിനോട് സഹകരിക്കുക, അവരോടൊത്ത് പ്രവർത്തിക്കുക, വേണ്ട സഹായങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളുടെ കുടുംബത്തെ എപ്പോഴും അനുഗ്രഹിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ നാടിൻ്റെ ഒരു നന്മയായിരിക്കും. ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ദൈവമേ അവരെ വിശുദ്ധിയോടെ ജീവിക്കുവാനും ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കൂടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കും അതിൻ്റെതായ അനുഗ്രഹം ലഭിക്കാതിരിക്കില്ല. കാരണം സഭയെ പടുത്തുയർത്തുന്നത് ഓരോ വ്യക്തികളും കൂടിയാണ്. നന്മ ആയിട്ട് വരുന്നതെല്ലാം ദൈവീയമാണ് എന്ന് തിരിച്ചറിയുക. പ്രൈസ് ലോർഡ്. റോമക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനം നമ്മളൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 13-ാം അധ്യായം പറഞ്ഞെങ്കിലും ഈ വചനം ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് വന്നത്. 16-ാം തിരുവചനം, റോമക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ അന്യോന്യം സ്നേഹത്തോടെ വർദ്ധിക്കണം. അപ്പോൾ നമ്മൾ അന്യോന്യം സ്നേഹത്തോടെ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് അത് ആരംഭിക്കേണ്ടത്? കുടുംബത്തിലാണ്. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അതേ കുടുംബത്തിൽ നമ്മൾ അന്യോന്യം സ്നേഹത്തോടെ വർദ്ധിക്കണം. അത് കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമൂഹമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവിടെയെല്ലാം സ്നേഹത്തോടെ വർദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് പറയുകയാണ്: ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരും. ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഈശോയ്ക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് മനുഷ്യനെ പോലെ ജന്മം സ്വീകരിച്ചവനാണ്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ്.
അവൻ ഉന്നതമായ സ്ഥലങ്ങളിലല്ല അവൻ ജീവിച്ചത്. എളിവിൻ്റെ തലങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്നു. എളിവന്റെ ജീവിതത്തിലൂടെ അവൻ മുന്നോട്ട് പോയി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യമേ കിട്ടിയ ശിഷ്യന്മാരെന്ന് പറയുന്നത് മത്സ്യം പിടിക്കുന്നവരെയാണ്. എത്രമാത്രം താഴേക്ക് ഇറങ്ങാവോ അത്രമാത്രം അവൻ താഴേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഔദിത്യം വെടിഞ്ഞ് എളിവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരുവിൻ. അപ്പോൾ എളിയവരുടെ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ബുദ്ധിമാന്മാരെന്ന് നടിക്കരുത്. അവരൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അവരുടെ മേൽ ഒരു ഭരണം നടത്തി, രഹസ്യമായി ഭരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അവർക്കാർക്കും ബുദ്ധിയില്ല, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, എനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മിക്കുന്നത്, ഇതിനെപ്പോലെ തന്നെ കഴിവും ബുദ്ധിയും എല്ലാവർക്കും തന്നെയുണ്ട്, അവരാരും വക്രത കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അവർക്ക് ഒരുപക്ഷെ 10 പേരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവില്ലായിരിക്കാം. അവരെ ഉള്ളു പരിശോധിക്കുന്ന ദൈവമുണ്ട്. ദൈവം എപ്പോഴും അവരുടെ കൂടെയാണ്. വിശുദ്ധ ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയുടെ ശ്രേഷ്ഠനായ വിശുദ്ധ പദവി അലങ്കരിക്കുന്ന അദ്ദേഹം ഡിസംബർ മാസം 25-ാം തീയതി ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം, തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസം, അദ്ദേഹം ഒരു ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വ്യക്തി ദേവാലയത്തിൽ പോലും പ്രവേശിക്കാൻ സാധിക്കാതെ ദേവാലയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയപ്പോൾ ദേവാലയത്തിന് വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തിയുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്നു. എന്നിട്ട് ഈശോ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടിയാണ്, ഞാൻ നിന്നോട് കൂടിയാണ്. എളിയവരുടെ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയപ്പോൾ അവനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എളിയവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരണം. ബുദ്ധിമാന്മാരെന്ന് നടിക്കരുത്. തുടർന്ന് പറയാണ്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നിന്നെ ഒരാൾ പരിഹസിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ ആരെയും നമ്മൾ പരിഹസിക്കാൻ പോകണ്ട. തിന്മയ്ക്ക് പകരം തിന്മ പറയാനും പോകണ്ട. അവർ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാം അറിയുന്ന കർത്താവ് എന്നെ അറിയുന്നുണ്ട്, അവൻ എന്നോടൊപ്പമുണ്ട്, അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രീതികരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. നേതൃത്വം നൽകുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും പ്രീതികരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. നമ്മൾക്കറിയാം, എല്ലാവരെയും പ്രീതിപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഈശോ നന്മകളെല്ലാം ചെയ്തിട്ട് ഈശോയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ നന്മയായിട്ടുള്ളതെങ്കിൽ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്, അവയെ മുറുകെ പിടിക്കണം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്നേഹനാഥനെ ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട തിരുവചന ഭാഗം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. അവയെ ഞങ്ങൾ ഉന്നത കുലജാതരാണ്, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി മറ്റവരോടൊപ്പം പണിയുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇതാണ് ദൈവം പറഞ്ഞത്, ബുദ്ധിമാന്മാരെന്ന് നീ നടിക്കരുത്, നീ താഴേക്ക് ഇറങ്ങണം. സ്നേഹനാഥനെ ഈശോയെ, ഞങ്ങളുടെ മനസ്സിനെ നീ കാണുന്നുണ്ട്, ഞങ്ങളുടെ മനോഭാവത്തെ അവിടുന്ന് അറിയുന്നുണ്ട്. ദൈവമേ, എളിയ തലത്തിലേക്ക് ഇറങ്ങുവാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, ബുദ്ധിമാന്മാരെന്ന് നടിക്കാതിരിക്കുവാൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ, നന്മയായിട്ടുള്ളത് പ്രവർത്തിക്കുവാൻ, വിശുദ്ധരെ സഹായിക്കുവാൻ നാഥ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനെ ഈശോയെ, ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരെയും ശ്വാസം സ്വീകരിക്കുവാൻ സാധിക്കാതെ വേദനിക്കുന്ന വ്യക്തികളെയും ആരോഗ്യ പ്രശ്നമുള്ളവരെയും ഉദര ശിശുക്കളെയും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തും. നാഥ, ഒന്നിനും ഒരു കുറവും കൂടാതെ
എല്ലാവരെയും സൗഖ്യപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി വന്ന് നിറയട്ടെ. കർത്താവേ, നിന്റെ ആണിപ്പാളുടെ കരം ആ മക്കളുടെ മേൽ വെച്ച് അവരെ നീ സൗഖ്യത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. നിന്റെ സ്നേഹം സമർത്ഥമായി നിറയുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈശോ, നിന്റെ അഭിഷേക മക്കളെ നിറയുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ദൈവമേ മഹത്വം. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേലും ഇത് അവരാരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ ആ വ്യക്തിയിലേക്കെല്ലാം നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.